ഈശ്വരാധീനം നമുക്കുണ്ട് അച്ഛാ. അതല്ല മോളെ, ആദ്യം ഞാനും വല്ലാതെ അങ്ങ് സംഭ്രമിച്ചു പോയി. ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ RK ഷേനായി ഫോണിൽ കോൺടാക്ട് ചെയ്തു. ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായി എനിക്കൊരു മനസ്സമാധാനമായത്. പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ഷേനായി നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. അച്ഛൻ ഈ നിസ്സാര കാര്യത്തിന് ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ. അതേ ഒരു MBBS ഡോക്ടറല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞങ്ങൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിക്കിപ്പോ കുറവുണ്ട്. അത് അനിയത്തിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ. ആരോടും അധികം സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാമെന്നെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണോ സംഭവിച്ചത്? അങ്ങനെയാണോ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ. ഇനിയുണ്ട് ഡോക്ടർ, കേൾക്കണോ? ചേച്ചി രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ തീരുമാനിക്കും ഇന്ന് എത്ര വാക്ക് സംസാരിക്കണമെന്ന്. അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൂടത്തില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇതെന്റെ സന്തോഷം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം. അതേതായാലും പൊളി. അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാരി നന്നായിരിക്കുന്നു അല്ലേ? വെരി നൈസ്. താങ്ക് യു. സാരി സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സിസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സിസോ? എനിക്കൊരു അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്നാ പറഞ്ഞത്? 650 രൂപ. 680 രൂപയോ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. അത് തന്നെ പാക്ക് ചെയ്തേക്ക്. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരിയല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷിന്റെ വീട്ടിലല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച? അതെ. ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ? ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരൂ, ഇവിടെ വന്നിരിക്കൂ. അയ്യോ, എന്താ പറ്റി? കാലം മടങ്ങിയോ? സുന്ദരി പെണ്ണ്, പക്ഷേ കാലും ഞൊണ്ടി. അങ്ങനൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടനൊന്നും പറയില്ല, പ്ലീസ്.
ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന പിറന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ? അമ്മ ഒന്നും പറയരുത്. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ ചേട്ടൻ വരാതെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനിയൊരു ദിവസമാകാം. നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. എക്സ്ക്യൂസ് മീ. വരൂ, അകത്തേക്ക് പോവാം. താങ്ക്സ്. ഞാനിത് ശ്രീദേവിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഡോക്ടർ ഇത്? ശ്രീദേവി എന്റെ അനുജത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനത് രാധയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്താണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു? ഡോക്ടർ, ഞാൻ രാധയോട് കാണിച്ച സ്നേഹം ഡോക്ടർ ഇത്ര ക്രൂരമായി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവം പെൺകുട്ടിയെ കൂടി വേദനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഞാനൊരു ഡോക്ടറായതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കരുതെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണിത്. ശ്രീദേവിയും ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ പ്ലീസ്. ഡോക്ടർ വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വീടിന്റെ അടുത്താണല്ലോ, ഞാൻ നടന്നു പൊയ്ക്കൊള്ളാം. ഇതൊന്നിനുള്ള പ്രതിഫലമല്ല, തിരിച്ചു തരികയും വേണ്ട. കാല് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ? എനിക്ക് ഡോക്ടറോട് പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കടലിലെ കൂളിളക്കം പോലെയാണ് എന്റെ മനസ്സ്. ശ്രീദേവിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം
എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്നെടുത്തതുമല്ല. ഇല്ല ശ്രീദേവി, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത്. എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അനുജത്തിയും മാത്രമാണ്. ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചനുജത്തിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ്. ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും. ശ്രീദേവിയെ മനസ്സാൽ വരിക്കാൻ പോലും അർഹത എനിക്കില്ല. എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല. ക്ഷണിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിന് ചേട്ടൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി. എനിക്ക് തോമസ് ചേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിക്കാരല്ലേ സുഭേ? നമ്മൾ രണ്ടുപേരും ഈ ആശുപത്രി പണിക്കാരല്ലയോ? നീ ആണെങ്കിൽ പ്രശസ്തയായ ഒരു തൂപ്പ്ക്കാരി, ഞാനാണ് പ്രശസ്തനായ ഒരു അറ്റൻഡ്. തന്നെയുമല്ല, ഈ ആശുപത്രി വരുന്ന രോഗികൾക്കും രോഗത്തിനും വല്ല ജാതി വ്യത്യാസമുണ്ടോ? അല്ല, ഇനി ജാതി നോക്കിയാണോ രോഗങ്ങളെല്ലാം അവരെ കയറി പിടിക്കുന്നത്? അതിന് രോഗമാണ് തോമസ് ചേട്ടാ. നമ്മൾ രോഗികളാണോ തോമസ് ചേട്ടാ? നമ്മൾ രോഗികളെ അല്ല, താമസിയാതെ രോഗികളാകും. എന്റെ സുഭാഷിണി, വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്തൊരു രോഗമല്ലയോ നമ്മളുടെ പ്രേമാകുല ഫിലാഡൽഫിയ. എന്തോന്നാ? അതിനെപ്പറ്റി എനിക്കും വലിയ വിവരമില്ല. ഇതിനൊരൊറ്റ നിവാരണ മാർഗമേ ഉള്ളൂ. പിടിക്കുന്നതിനെയും കൊണ്ടുപോവുക. നമ്മുടെ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ അങ്ങനെ. പിടിക്കുന്നവരെയും കൊണ്ടങ്ങ് പോവും. പിടിക്കുന്നതൊക്കെ കൊള്ളാം, എന്നെയും കൊണ്ടുപോകുമോ? പിന്നെ തീർച്ചയായും. നിന്റെ ഈ സുഭാഷിതം കേൾക്കാനല്ലേ എന്റെ ഈ ജന്മം തന്നെ. അപ്പൊ എന്റെ ജന്മമോ? എങ്ങനെ വീണ്ടും വന്നോ അങ്ങനെ? ഇതേ, എനിക്ക് സുഭാഷിതം ഒന്നും കേൾക്കണ്ട. തൽക്കാലം ഒരു ബെറ്റ് വന്നു. എന്റെ പൊന്ന് രാഘവൻ ചേട്ടാ, ഈ വിവരം പുറത്ത് ആരോടും പറയല്ലേ. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് രാഘവൻ ചേട്ടന് 1 അല്ല 10 ബെഡ് ഞാൻ ശരിയാക്കി തരാം. വാക്കാണല്ലോ. ആ വാക്കാണ്. ഓ, അപ്പൊ ഞാൻ പോണോ? ഓ സുഭാഷിണി, അപ്പൊ ഇതെങ്ങനാ? ഇത് അങ്ങനെ. എന്താ ഏട്ടാ? അമ്മ എവിടെ? എന്താ മോനെ? ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായല്ലോ. രണ്ടുപേരും കൂടി മനുഷ്യനെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നിന്റെ സൗകര്യം കെടുത്താൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? എന്തുണ്ടാകാനാണ്? നമ്മൾ ഒന്നും അറിയാത്തവർ നിൽക്കുന്ന കണ്ടില്ലേ? ചേട്ടൻ ഇന്നെന്താ? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ചേട്ടൻ ഇന്ന് ഇടത്തൂടായിരിക്കും എഴുന്നേറ്റത്. നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നീയല്ലേ പറഞ്ഞത് ആ ശ്രീദേവിയെ നിന്റെ ചേട്ടത്തിയെ കൊണ്ടുവരണമെന്ന്? അമ്മ അതിനെ കൂട്ടു നിൽക്കുകയും ചെയ്തു. അവളുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞു പോയി മോനെ. എനിക്കും തോന്നി അത് നല്ലതാണ്. ഞങ്ങൾ പിന്നെ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാ മോനെ? എന്നാലേ ഞാനതങ്ങ് നടത്താൻ പോവുക. ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യമാണോ ചേട്ടാ? ആ